നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. ഇന്ന് രാവിലെ മലയാളി വാർത്ത ഇൻസൈഡ് ഒരു വാർത്ത പറഞ്ഞിരുന്നു, നിങ്ങളിലേക്ക് എത്തിച്ചിരുന്നു. അത് മറ്റൊന്നുമല്ല, ഇറാനിലെ പരമോന്നത നേതാവായിട്ടുള്ള ഇപ്പോഴത്തെ ഖമനേയുടെ മകന് അദ്ദേഹത്തിന്റെ നില കോമ സ്റ്റേജിലാണ്. അദ്ദേഹം പരമോന്നത നേതാവായി എന്ന് പോലും അറിയാത്തൊരവസ്ഥയിലാണ് നിലവിലെ അയാളുടെ ജീവിതം എന്ന് വ്യക്തമാക്കുന്ന തരത്തിൽ ഇറാനിൽ നിന്ന് പോലും വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇറാന്റെ പുതിയ പരമോന്നത നേതാവായി പ്രഖ്യാപിക്കപ്പെട്ട മൊജ്തബ ഖമനേയി അതീവ ഗുരുതരാവസ്ഥയിൽ കോമയിൽ തുടരുകയാണെന്ന് തന്നെയാണ് പുതിയ റിപ്പോർട്ട്. രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധത്തെക്കുറിച്ചോ താൻ അധികാരമേറ്റതിനെ കുറിച്ചോ അദ്ദേഹം ഒന്നുമേ അറിഞ്ഞിട്ടില്ല എന്നാണ് വെളിപ്പെടുത്തൽ. ഭരണകൂടം അദ്ദേഹത്തിന്റെ പേരിൽ ഔദ്യോഗിക പ്രസ്താവനകൾ പുറത്തിറക്കുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അദ്ദേഹം അബോധാവസ്ഥയിൽ ആശുപത്രിയിൽ കഴിയുകയാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വ്യോമാക്രമണത്തിൽ പരിക്കേറ്റ മൊജ്തബ തന്റെ പിതാവ് അയത്തുള്ള അലി ഖമനേയുടെയും ഭാര്യയുടെയും മകന്റെയും മരണവാർത്ത പോലും അറിഞ്ഞിട്ടില്ലെന്ന് ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. പുതിയ നേതാവിന്റെ പേരിൽ പുറത്തുവരുന്ന സന്ദേശങ്ങൾ അദ്ദേഹത്തിൻ്റെതല്ല എന്ന സംശയം ഇതോടെ ബലപ്പെടുകയാണ്. അയത്തുള്ള അലി ഖമനേയുടെ പിൻഗാമിയായി 56-കാരനായ മൊജ്തബ ഖമനേയി അധികാരമേറ്റെങ്കിലും അദ്ദേഹം എവിടെയാണെന്നോ അദ്ദേഹത്തിന്റെ ശാരീരികാവസ്ഥ എന്താണെന്നോ ഉള്ള കാര്യത്തിൽ ഇപ്പോഴും അവ്യക്തത തുടരുകയാണ്. വ്യോമാക്രമണത്തെ തുടർന്ന് അദ്ദേഹം ടെഹ്റാനിലെ സിന യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ കോമയിലാണെന്ന് ടെഹ്റാനിൽ നിന്ന് വിവരം കിട്ടിയതായി റിപ്പോർട്ടിൽ പറയുന്നു. മൊജ്തബ തീവ്രപരിചരണ വിഭാഗത്തിൽ കനത്ത സുരക്ഷാ വലയത്തിലാണ്. പരമോന്നത നേതാവിന് കാവലൊരുക്കുന്നതിനായി ആശുപത്രിയുടെ വലിയൊരു ഭാഗം സീൽ ചെയ്തിരിക്കുകയാണ് എന്നും വിവരമുണ്ട്. 86 വയസ്സുകാരനായ പിതാവിനെ കൊലപ്പെടുത്തിയ അതേ വ്യോമാക്രമണത്തിലാണോ മൊജ്തബയ്ക്കും പരിക്കേറ്റത് എന്ന് വ്യക്തമല്ല. ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നാടുകടത്തപ്പെട്ട ഒരു വിമതന് രഹസ്യ സന്ദേശങ്ങൾ വഴി മറ്റൊരു സ്രോതസ് നൽകിയ വിവരം ദി സൺ റിപ്പോർട്ട് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിന്റെ 1-2 കാലുകൾ മുറിച്ചു മാറ്റിയിട്ടുണ്ട്. കരളിനോ ആമാശയത്തിനോ തകരാറ് സംഭവിച്ചിട്ടുണ്ട്. അദ്ദേഹം കോമയിലാണ് എന്നുള്ളത് ഉറപ്പാണ്. ഇറാൻ ആരോഗ്യ ചികിത്സാ മെഡിക്കൽ വിദ്യാഭ്യാസ മന്ത്രിയും രാജ്യത്തെ പ്രമുഖ ട്രോമ സർജന്മാരിൽ ഒരാളുമായ മുഹമ്മദ് റസ സഫർഗന്ദിയുടെ നേരിട്ടുള്ള പരിചരണത്തിലാണ് പുതിയ പരമാധികാരി നേതാവ് എന്നാണ് വിവരം. മൊജ്തബ ഖമനേയിയുടെ ആദ്യ പ്രസ്താവനയിൽ ഇറാൻ അയൽരാജ്യങ്ങളുമായുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുവെന്ന് പറയുന്നുണ്ട്. ഞങ്ങൾ മേഖലയിലെ നേതാക്കൾക്ക് ഒരു സന്ദേശം നൽകുന്നു. അയൽ രാജ്യങ്ങളുമായി നല്ല ബന്ധം പുലർത്താൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് ഞങ്ങൾ ഊന്നിപ്പറയുന്നു. മേഖലയിലെ എല്ലാ അമേരിക്കൻ താവളങ്ങളും ഉടനടി അടിച്ചുപൂട്ടണമെന്ന് അദ്ദേഹം തന്റെ സന്ദേശത്തിലൂടെ ആഹ്വാനം ചെയ്തു. ഇറാന്റെ അയൽ രാജ്യങ്ങളിൽ US താവളങ്ങൾ നിലനിൽക്കുന്നതും ഇറാനെ ആക്രമിക്കാൻ ആ താവളങ്ങൾ ഉപയോഗിക്കുന്നതും ഈ മേഖലയ്ക്ക് ഗുണകരമല്ല. അവ അടച്ചുപൂട്ടേണ്ടതുണ്ട്. ശത്രുക്കളിൽ നിന്ന് ഇറാൻ നഷ്ടപരിഹാരം തേടുമെന്നും അല്ലെങ്കിൽ അവരുടെ ആസ്തികൾ നശിപ്പിക്കുമെന്നും അദ്ദേഹം പറയുകയാണ്. കൂടാതെ ആക്രമണങ്ങളിൽ പരിക്കേറ്റ ഇറാനിലെ ജനങ്ങൾക്ക് സാമ്പത്തിക സഹായം വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഈ പ്രതികാരത്തിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമേ ഇതുവരെ പ്രായോഗികമായി നടപ്പിലാക്കിയിട്ടുള്ളൂ. ലക്ഷ്യം പൂർണ്ണമായും കൈവരിക്കുന്നത് വരെ ഈ വിഷയം ഞങ്ങളുടെ മുൻഗണനയിൽ ഒന്നായി തുടരും. പകരക്കാരനായുള്ള പോരാട്ടവും വ്യക്തിപരമായ നഷ്ടങ്ങളും. അമേരിക്കയ്ക്കും ഇസ്രായേലിനും എതിരായ തന്റെ പോരാട്ടത്തിൽ മേഖലയിലെ ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകളുടെ പിന്തുണയെക്കുറിച്ച് ഇറാനിയൻ നേതാവ് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇറാഖിലെ സായുധ സംഘങ്ങൾ തന്റെ രാജ്യത്തെ സഹായിക്കാൻ ആഗ്രഹിക്കുന്നുവെന്നും യമനിലെ ഗ്രൂപ്പുകൾ ആ ദൗത്യം നിർവഹിക്കും എന്നും അദ്ദേഹം അവകാശപ്പെടുന്നുണ്ട്. തന്റെ പിതാവ് കൊല്ലപ്പെട്ട US ഇസ്രായേൽ വ്യോമാക്രമണത്തിൽ തന്റെ കുടുംബത്തിലെ നിരവധി അംഗങ്ങളെ നഷ്ടപ്പെട്ടതിനെ കുറിച്ചും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. എനിക്ക് എന്റെ പിതാവിനെ നഷ്ടപ്പെട്ടു, എന്റെ ഭാര്യയെയും നഷ്ടപ്പെട്ടു, എന്റെ സഹോദരിക്ക് അവളുടെ കുട്ടിയെയും രക്ഷിതാക്കളെയും രക്തസാക്ഷിയായ ഭർത്താവിനെയും നഷ്ടമായി. എന്നാൽ ഈ ദുരിതങ്ങളിലെല്ലാം സഹായിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കുന്നത് ദൈവകൃപയിലുള്ള വിശ്വാസവും ക്ഷമ ഇതിന് പരിഹാരമാകുമെന്ന തിരിച്ചറിവുമാണ്. പുതിയ പരമോന്നത നേതാവിനെ ആഴ്ചകളായി പൊതുവേദികളിലും കണ്ടിട്ടില്ല. ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ പ്രാദേശിക കമാൻഡർമാരാണ് നിലവിൽ ഇറാൻ ഭരിക്കുന്നത്. ഒരു നേതാവില്ലെങ്കിൽ പോലും അനിശ്ചിതകാലത്തേക്ക് പോരാട്ടം തുടരാനുള്ള ഉത്തരവ് ഇവർക്ക് ലഭിച്ചിട്ടുണ്ടെന്നാണ് കരുതപ്പെടുന്നത്. അങ്ങനെയെങ്കിൽ ഈ മൊജ്തബ ഖമനേയിയും കൊല്ലപ്പെട്ടോ? കഴിഞ്ഞ ഞായറാഴ്ച അയത്തുള്ള അലി ഖമനേയിൽ നിന്ന് അധികാരമേറ്റെടുത്ത ശേഷം മൊജ്തബയെ ഇതുവരെ പൊതുവേദിയിലോ ചിത്രങ്ങളിലോ കണ്ടിട്ടില്ല. യുദ്ധത്തിന്റെ ആദ്യ ദിവസം ടെഹ്റാനിലെ പിതാവിന്റെ വസതിക്ക് നേരെ നടന്ന ആക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റതായാണ് കരുതപ്പെടുന്നത്. സൈപ്രസിലെ ഇറാൻ സ്ഥാനാധിപതി അലിറോസ സലാരിയൻ ദ ഗാർഡിയനോട് പറഞ്ഞ വാക്കുകളാണിത്.
അദ്ദേഹവും അവിടെ ഉണ്ടായിരുന്നു. ആ ബോംബാക്രമണത്തിൽ അദ്ദേഹത്തിന് പരിക്കേറ്റു. കാലിനും കൈക്കും പരിക്കേറ്റതായാണ് കേട്ടത്. പരിക്കേറ്റതിനാൽ അദ്ദേഹം ആശുപത്രിയിലാണെന്നാണ് കരുതുന്നത്. മൊജ്തബ പൊതുവേദിയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതിന് പിന്നിൽ ഈ പരിക്കുകളാണെന്ന് സ്ഥാനാധിപതി പറയുന്നു. കൂടാതെ ഇസ്രയേലിന്റെയും US-ന്റെയും നിരീക്ഷണത്തിൽ നിന്ന് ഒഴിഞ്ഞുമാറാനും അദ്ദേഹം ആഗ്രഹിക്കുന്നു. അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ്: ഏതെങ്കിലും സാഹചര്യത്തിൽ ഒരു പ്രസംഗം നടത്താൻ അദ്ദേഹം സജ്ജനാണ് എന്ന് ഞാൻ കരുതുന്നില്ല. അദ്ദേഹം അതീവ ജാഗ്രതയിലാണെന്നും പരിമിതമായ ആശയവിനിമയ സൗകര്യങ്ങളുള്ള അതീവ സുരക്ഷിതമായ ഒരിടത്ത് കഴിയുകയാണ് എന്നും ഇറാനിയൻ ഉദ്യോഗസ്ഥരിൽ അവകാശപ്പെടുകയാണ്. എന്നാൽ തന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ പോലും പങ്കെടുക്കാത്ത മൊജ്തബ യുദ്ധം നടക്കുന്ന കാര്യത്തോ തന്റെ ഭാര്യയും മകനും കൊല്ലപ്പെട്ട വിവരമോ അറിഞ്ഞിട്ടില്ല എന്ന് ചില സ്രോതസ്സുകൾ അവകാശപ്പെടുന്നു. കൊല്ലപ്പെട്ട അയത്തുള്ളയുടെ പിൻഗാമി ആരായാലും അവരെ ഇല്ലാതാക്കുമെന്ന് ഇസ്രായേൽ പ്രതിജ്ഞ ചെയ്തിട്ടുണ്ട്. യുദ്ധത്തിന്റെ ആദ്യ ദിവസം ടെഹ്റാനിൽ നടന്ന ആക്രമണത്തിൽ അയത്തുള്ളയോടൊപ്പം മൊജ്തബയുടെ ഭാര്യ നഹ്റ ഹദാദ് ആദലും ഒരു മകനും കൊല്ലപ്പെട്ടിരുന്നു. ഇതിന് പിന്നാലെ ഇസ്രായേൽ മൊജ്തബയെയും വധശിക്ഷ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്.